ഹലോ. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ HTML ടാഗുകൾ അതുപോലെ ആട്രിബ്യൂട്ട് എന്താണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവസാനിപ്പിച്ചത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എസെൻഷ്യൽ HTML ടാഗ്സ്, അതായത് നമ്മൾ കുറച്ച് ടാഗുകളും അതിൻ്റെ തന്നെ ആട്രിബ്യൂട്ട്സ് എന്തൊക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമുക്കുള്ളത് എസെൻഷ്യൽ HTML ടാഗ്സ്. എസെൻഷ്യൽ HTML ടാഗുകളെ പറ്റിയിട്ടാണ് ഇപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത്. എസെൻഷ്യൽ HTML ടാഗ് എന്ന് പറയുന്നത് എന്താ? നമ്മളുടെ HTML ഡോക്യുമെൻറ്റിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് ടാഗുകൾ, അതാണ് HTML ഹെഡ്, ടൈറ്റിൽ, ബോഡി, 4 ടാഗുകളേ ഉള്ളൂ. ഇവിടെ നമുക്ക് എസെൻഷ്യൽ HTML ടാഗുകളിൽ നമുക്ക് പഠിക്കാനുള്ളത് HTML ഹെഡ്, ടൈറ്റിൽ, ബോഡി, ഇത്രയും ടാഗുകളാണ്. ഇനി ഓരോ ടാഗുകളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവാണ്. ആദ്യം നമുക്ക് നോക്കാനുള്ളത് HTML ടാഗ് തന്നെയാണ്. അപ്പോൾ ആദ്യം HTML ടാഗ് എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ HTML ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് HTML ടാഗ്. പിന്നെ എൻ്റയർ HTML ഡോക്യുമെൻറ്റ് ഈ HTML ടാഗുകളുടെ ഓപ്പണിംഗ്, ക്ലോസ് അതിൻ്റെ ഉള്ളിലായിരിക്കും ഉണ്ടാവുക. ഇനി നമുക്ക് HTML ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 ആട്രിബ്യൂട്ട്സാണ് HTML ടാഗിനുള്ളത്, DIR-ഉം ലാങ്ങും, 2 ആട്രിബ്യൂട്ട്. അപ്പോൾ ഈ ആട്രിബ്യൂട്ട് എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ജസ്റ്റ് അത് നോക്കിയാൽ മതി. ഒരു ടാഗിൽ നമുക്ക് അഡീഷണൽ എന്തെങ്കിലും ഇൻഫോർമേഷൻസ് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ആട്രിബ്യൂട്ട്സുകളെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ HTML-ൻ്റെ 2 മെയിൻ ആട്രിബ്യൂട്ടുകളാണ് DIR-ഉം ലാങ്ങും. എന്തിനാണ് DIR? DIR എന്ന് പറയുന്നത് ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദ DIR ആട്രിബ്യൂട്ട് ഓഫ് HTML ടാഗ് സ്പെസിഫൈസ് ദ ഡയറക്ഷൻ ഓഫ് ദി ടെക്സ്റ്റ് ടു ബി ഡിസ്പ്ലേഡ് ഓൺ ദി വെബ് പേജ്. നമ്മുടെ വെബ് പേജിൽ എപ്പോഴും ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് വായിക്കുക എന്നുള്ള രീതിയിലായിരിക്കും എന്തുണ്ടാവുക, കണ്ടൻറ്റുകളെല്ലാതും നമ്മൾ എഴുതുന്നത്. അത് ലെഫ്റ്റ് ടു റൈറ്റിലേക്കല്ലേ. അതുപോലെ തന്നെ നമുക്ക് റൈറ്റ് ടു ലെഫ്റ്റ് എന്നൊക്കെ ഡയറക്ഷൻ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് DIR എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് HTML ടാഗിൻ്റെ ഒപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓപ്ഷണലാണ്, നമുക്ക് വേണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഡിഫോൾട്ടായിട്ട് ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കും ഈ DIR-ൻ്റെ വാല്യൂ ഉണ്ടാവുക. അതുകൊണ്ട് കൊടുത്തില്ലെങ്കിലും ലെഫ്റ്റ് ടു റൈറ്റ് ആയിട്ടായിരിക്കും നമ്മുടെ വെബ് പേജിൽ കണ്ടൻറ്റ് ഡിസ്പ്ലേ ആവുന്നത്. ഇനി DIR-ൽ വരുന്ന 2 ആട്രിബ്യൂട്ട്, അതായത് HTML ടാഗിൻ്റെ ഉള്ളിൽ DIR ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കേണ്ട വാല്യൂസ്, ഒന്ന് LTR-ഉം ഒന്ന് RTL-ഉമാണ്. LTR എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കും, RTL-ആണ് കൊടുക്കുന്നതെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റ് ആയിരിക്കും. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, HTML DIR ഈക്വൽ ടു RTL അല്ലേ. HTML DIR ഈക്വൽ ടു RTL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, HTML പേജിൽ നമ്മളുടെ കൊടുക്കുന്ന കണ്ടൻറ്റിൻ്റെ ഡയറക്ഷൻ റൈറ്റ് ടു ലെഫ്റ്റ് ആയിരിക്കണം. ഇനി ഇത് കൊടുത്തില്ലെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് ഡീഫോൾട്ടായിട്ട് അങ്ങനെ വരും. അതുപോലെ നെക്സ്റ്റ് ആട്രിബ്യൂട്ടാണ് ലാങ് ആട്രിബ്യൂട്ട്. ലാങ് ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത് എന്ത് ലാംഗ്വേജാണ് നമ്മളുടെ വെബ് പേജിൽ സ്പെസിഫൈ ചെയ്യേണ്ടത്, ആ ലാംഗ്വേജ് പറയാൻ വേണ്ടിയിട്ടാണ്. ഡിഫോൾട്ടായിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജാണ് ഉണ്ടാവുക. ഇംഗ്ലീഷ് അല്ലാതെ വേറെ എന്തെങ്കിലും സ്പാനിഷോ ഫ്രഞ്ചോ ജർമ്മനോ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ലാങ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് നമ്മൾ HTML ടാഗിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലാങ് ആട്രിബ്യൂട്ട് എന്താണെന്ന് ഡെഫിനിഷൻ ഇവിടെ ഉണ്ട്. ദ ലാങ് ആട്രിബ്യൂട്ട് ഓഫ് HTML ടാഗ് സ്പെസിഫൈസ് ദ ലാംഗ്വേജ് വി ഹാവ് ജനറലി യൂസ്ഡ് വിത്തിൻ ദി ഡോക്യുമെൻറ്റ്. അപ്പോൾ ലാംഗ്വേജ് സ്പെസിഫൈ ചെയ്യുന്നു. ഇനി ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്, HTML ലാങ് ഈക്വൽ ടു AR അല്ലേ. HTML ലാങ് ഈക്വൽ ടു AR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വെബ് പേജിൽ ഏത് ലാംഗ്വേജിനെയാണ് സ്പെസിഫൈ ചെയ്യുന്നത്. ഇവിടെ റൈറ്റ് സൈഡിലൊരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ കോഡ് നമുക്ക് ലാങ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിൽ കൊടുക്കാനായിട്ട് പറ്റും. EN ആണെങ്കിൽ അത് ഇംഗ്ലീഷ്, FR ആണെങ്കിൽ ഫ്രഞ്ച്, DE ജർമ്മൻ, IT ഇറ്റാലിയൻ, EI ഗ്രീക്ക്, ES സ്പാനിഷ്, AR അറബിക്, JA ജാപ്പനീസ്, HI ഹിന്ദി, RU റഷ്യൻ, ഇത്രയും കോഡുകൾ നമുക്ക് കൊടുക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ ലാങ് ഈക്വൽ ടു AR എന്ന് കൊടുത്തിട്ടുണ്ട്. AR എന്താണ്? അറബിക്. അപ്പോൾ നമ്മുടെ വെബ് പേജിൽ അറബിക് നേച്ചറായിട്ടായിരിക്കും അല്ലെങ്കിൽ അറബിക് ലാംഗ്വേജിലായിട്ടായിരിക്കും കണ്ടൻറ്റ് വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ HTML ആട്രിബ്യൂട്ടുകൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം, DIR-ഉം ലാങ്ങും. ഇനി നെക്സ്റ്റ് ആട്രിബ്യൂട്ടാണ് ഹെഡ്.
ഹെഡ് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ ഡോക്യുമെൻറ്റിലെ ഹെഡ് സെക്ഷൻ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെഡ് ടാഗ് നമ്മൾ യൂസ് ചെയ്യുക. ഹെഡ് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അതുപോലെ ഹെഡ് എപ്പോഴും ഹോൾഡ് ചെയ്ത് വെക്കുന്നത് നമ്മളുടെ വെബ് പേജിൽ കൊടുക്കുന്ന ഇൻഫോർമേഷൻസ് ആയിരിക്കും. അതായത് ഇപ്പോൾ ടൈറ്റിലാവാം, സ്ക്രിപ്റ്റുകൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാവാം, സ്റ്റൈലുകൾ ഉണ്ടെങ്കിൽ അതായിരിക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഹെഡ് എന്ന് പറയുന്ന ആ ഒരു പെയർ, ക്ലോസിങ് ഓപ്പണിങ്, ആ ഒരു പെയറിൻ്റെ ഉള്ളിലായിരിക്കും നമ്മൾ ഇൻഫോർമേഷൻസ് കൊടുക്കുന്നത്. പിന്നെ ഹെഡ് ഒരു കണ്ടെയ്നർ ടാഗാണ്, ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഉണ്ട്. HTML ഒരു കണ്ടെയ്നറാണ്, ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഉണ്ട്. പിന്നെ ഹെഡിന് വേറെ ആട്രിബ്യൂട്ട്സുകളൊന്നുമില്ല, നമുക്ക് ഹെഡ് വെറുതെ ഇങ്ങനെ യൂസ് ചെയ്യാനേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് എസെൻഷ്യൽ ടാഗാണ് ടൈറ്റിൽ. ടൈറ്റിൽ ടാഗ് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ വെബ് പേജിന് ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ടൈറ്റിൽ ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കുന്ന പേരായിരിക്കും നമ്മളുടെ ബ്രൗസറിൻ്റെ ഏറ്റവും ടൈറ്റിൽ ബാറിൽ അത് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ടൈറ്റിൽ ടാഗും ഒരു കണ്ടെയ്നർ ടാഗാണ്. അഡീഷണൽ ആയിട്ടുള്ള ഒരു ആട്രിബ്യൂട്ട്സ് ഒന്നും ടൈറ്റിൽ ടാഗിനില്ല. നെക്സ്റ്റ് ടാഗാണ് ബോഡി ടാഗ്. ബോഡി ടാഗ് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ വെബ് പേജിലുള്ള കണ്ടൻറ്റുകൾ അല്ലേ, എന്താണ് നമ്മുടെ വെബ് പേജിൽ കാണിക്കേണ്ടത്, അപ്പോൾ അത് പറയാനായിട്ടാണ് നമ്മൾ ബോഡി ടാഗ് യൂസ് ചെയ്യുന്നത്. കണ്ടെയ്നർ ടാഗാണ്, ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഉണ്ട്. ഇനി ബോഡിക്ക് കുറച്ച് ആട്രിബ്യൂട്ടുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ബോഡി ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ് ഇവിടെ പറയുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട്, BG കളറ്, ടെക്സ്റ്റ്, ലിങ്ക്, A ലിങ്ക്, V ലിങ്ക്, ലെഫ്റ്റ് മാർജിൻ, ടോപ്പ് മാർജിൻ, ഇത്രയും ആട്രിബ്യൂട്ടുകളാണ് ബോഡിക്കുള്ളത്. അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കാം. ഓരോന്നും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഈ ആട്രിബ്യൂട്ടുകൾ യൂസ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇപ്പം നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. ആദ്യത്തെ ആട്രിബ്യൂട്ടാണ് ബാക്ക്ഗ്രൗണ്ട്. ബാക്ക്ഗ്രൗണ്ട് എന്തിനായിരിക്കും? ഇപ്പോൾ ബോഡി ടാഗിൻ്റെ ഉള്ളിൽ ബാക്ക്ഗ്രൗണ്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഫോട്ടോ അല്ലെങ്കിൽ ഇമേജിൻ്റെ URL കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു വെബ് പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കൊടുത്ത ബാക്ക്ഗ്രൗണ്ട് URL ഉള്ള പിക്ചറായിട്ട് വരും. അപ്പോൾ എന്തിനാണ് ബാക്ക്ഗ്രൗണ്ട്? ദിസ് ആട്രിബ്യൂട്ട് സെറ്റ്സ് ആൻ ഇമേജ് ആസ് ബാക്ക്ഗ്രൗണ്ട് ഫോർ ദി ഡോക്യുമെൻറ്റ് ബോഡി. നമ്മുടെ വെബ് പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കൊടുക്കുക. ബോഡി ബാക്ക്ഗ്രൗണ്ട് ഈക്വൽ ടു ആ ഒരു പിക്ചറിൻ്റെ URL. ഇവിടെ ഒരു പ്രോഗ്രാമൊക്കെ തന്നിട്ടുണ്ട്. ആ പ്രോഗ്രാമിൽ ബോഡി ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഈക്വൽ ടു sky.jpg എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ, ആ ഒരു ഇമേജ് നമ്മുടെ ബ്രൗസറിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് വന്നിട്ടുള്ളത് കാണാനായിട്ട്, ബ്രൗസറിൻ്റെ അല്ല വെബ് പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് വന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണേ. ഇനി നെക്സ്റ്റ് ആട്രിബ്യൂട്ടാണ് BG കളർ. BG കളർ സ്പെസിഫൈ ചെയ്യുന്നത് ബാക്ക്ഗ്രൗണ്ട് കളറാണ്. ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടും BG കളർ എന്ന് പറയുന്ന ആട്രിബ്യൂട്ടും അങ്ങോട്ടും ഇങ്ങോട്ടോ തെറ്റിപ്പോരുത്. ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജിനെ കൊണ്ടുവരാനാണ്. BG കളർ എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് കളർ സ്പെസിഫൈ ചെയ്യാനാണ്. അപ്പോൾ ദിസ് ആട്രിബ്യൂട്ട് സ്പെസിഫൈസ് എ കളർ ഫോർ ദി ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി ഡോക്യുമെൻറ്റ് ബോഡി. നമ്മുടെ ഡോക്യുമെൻറ്റ് ബോഡിയുടെ ബാക്ക്ഗ്രൗണ്ട് കളർ സ്പെസിഫൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ കൊടുക്കാം? ബോഡി BG കളർ ഈക്വൽ ടു ഗ്രേ, ബോഡി BG കളർ ഈക്വൽ ടു യെല്ലോ, ബോഡി BG കളർ ഈക്വൽ ടു റെഡ്, ഇങ്ങനെ എന്ത് വേണമെങ്കിലും കൊടുക്കാം. നമ്മൾ എന്ത് കളറാണ് കൊടുക്കുന്നത് ആ കളറായിരിക്കും നമ്മുടെ വെബ് പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നത്. ഇനി നമുക്കിവിടെ പറയാനുള്ളത് കളർ നെയിമായിട്ടും കൊടുക്കാം, ഹെക്സാ നമ്പറായിട്ടും കൊടുക്കാം. നെയിം കൊടുക്കുക വെച്ചാൽ BG കളർ ഈക്വൽ ടു ഗ്രേ, റെഡ്, ഗ്രീൻ, യെല്ലോ എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതത് കളറുകൾ വരും. അതുപോലെ തന്നെ ഓരോ കളറിനും ഓരോ കളർ ഹെക്സാ നമ്പർ ഉണ്ട്. ആ നമ്പർ കൊടുത്താലും അതിൻ്റെ കറസ്പോണ്ടിങ് കളേഴ്സ് അവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് ആട്രിബ്യൂട്ടാണ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. ടെക്സ്റ്റ് എന്ന് വെച്ചാൽ എന്താ, ഇപ്പം നമ്മുടെ വെബ് പേജിൽ കുറേ ടെക്സ്റ്റുകളുണ്ട്. ടെക്സ്റ്റുകൾ എന്താ, ഈ ടൈപ്പ് ചെയ്ത് വരുന്ന എല്ലാം എന്താണ്, ലെറ്റേഴ്സ് എല്ലാതും ടെക്സ്റ്റുകളാണ്. അപ്പോൾ ഈ ടെക്സ്റ്റുകളുടെ കളർ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് നമ്മൾ യൂസ് ചെയ്യുക. അതായത് ദിസ് ആട്രിബ്യൂട്ട് സ്പെസിഫൈസ് ദ കളർ ഓഫ് ദി ടെക്സ്റ്റ് കണ്ടന്റ് ഇൻ ദി വെബ് പേജ്. വെബ് പേജിലുള്ള ടെക്സ്റ്റ് കണ്ടന്റിൻ്റെ കളർ സ്പെസിഫൈ ചെയ്യുന്നു. ഇവിടെ എക്സാമ്പിൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, ബോഡി ടെക്സ്റ്റ് ഈക്വൽ ടു യെല്ലോ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്താ ഉണ്ടാവുക, നമ്മുടെ വെബ് പേജിലുള്ള എഴുതിയിരിക്കുന്ന എല്ലാ കണ്ടന്റുകളും എന്തായിരിക്കും, യെല്ലോ കളറിൽ ഡിസ്പ്ലേ ചെയ്യും. അതുപോലെ ടെക്സ്റ്റ് ഈക്വൽ ടു റെഡ് കൊടുത്താൽ റെഡ് കളറിൽ വരും, ടെക്സ്റ്റ് ഈക്വൽ ടു ഗ്രീൻ കൊടുത്താൽ ഗ്രീൻ കളറിൽ വരും. അപ്പോൾ അത് സ്പെസിഫൈ ചെയ്യുന്നു. ഡീഫോൾട്ടായിട്ട് കൊടുത്തില്ലെങ്കിൽ ബ്ലാക്കിലായിരിക്കും എല്ലാ ടെക്സ്റ്റുകളും ഡിസ്പ്ലേ ആവുന്നത്. ഇനി നെക്സ്റ്റ് ആട്രിബ്യൂട്ടാണ് ലിങ്ക്, A ലിങ്ക്, V ലിങ്ക്. ലിങ്ക് എന്താണെന്ന് നമുക്കറിയാലോ, ഓരോ വെബ് പേജുകളിലൊക്കെ നമ്മൾ ലിങ്കുകൾ കാണാറുണ്ട് അല്ലേ. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും പേജോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടൻറ്റൊക്കെ ഓപ്പൺ ആയിട്ട് വരുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ ലിങ്ക് എന്ന് പറയുക. അപ്പോൾ ലിങ്ക് എന്താണെന്ന് വെച്ചാൽ
A hyperlink is an element, a text or an image that we can click on and jump into another document or another section of the same document. അതായത് ലിങ്ക് എന്ന് പറയുന്നതിന് ശരിക്കും പറയാം ഹൈപ്പർ ലിങ്ക് എന്നാണ്. അതൊരു കണ്ടൻറ്റോ എലമെൻറ്റോ ടെക്സ്റ്റോ ഇമേജോ എന്ത് വേണമെങ്കിലും ആവാം. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതെന്ത് ചെയ്യുക, വേറൊരു ഡോക്യുമെൻ്റ് ഓപ്പൺ ആവുക അഥവാ സെയിം ഡോക്യുമെൻറ്റിൻ്റെ തന്നെ വേറൊരു സെക്ഷൻ ഓപ്പൺ ആവുക എന്താണ് ചെയ്യുക. അപ്പോൾ ഇതിനെയാണ് ഹൈപ്പർ ലിങ്ക് അഥവാ ലിങ്ക് എന്ന് നമ്മൾ പറയുന്നത്. ഇനി ലിങ്ക്, എ ലിങ്ക്, വി ലിങ്ക് എന്നൊക്കെ പറയുന്നത് നമ്മളുടെ വെബ് പേജിൽ കാണുന്ന ലിങ്കുകളുണ്ടല്ലോ, ആ ലിങ്കുകളുടെ കളർ സ്പെസിഫൈ ചെയ്ത് പറയാനാണ്. ഡിഫോൾട്ടായിട്ട് നമ്മൾ ഓരോ ലിങ്കുകൾ കാണുന്നത് ബ്ലൂ കളറിലൊക്കെയാണല്ലോ. അപ്പോൾ ലിങ്കിൻ്റെ കളർ സ്പെസിഫൈ ചെയ്യാനാണ് ഈ ലിങ്ക്, എ ലിങ്ക്, വി ലിങ്ക് ഒക്കെ യൂസ് ചെയ്യുക. ഇനി എന്താണ് മൂന്നും തമ്മിലുള്ള വ്യത്യാസം? ലിങ്ക് എന്ന് പറയുന്ന അട്രിബ്യൂട്ട് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വിസിറ്റ് ചെയ്യാത്ത ലിങ്കുകൾ ഉണ്ടാവുമല്ലോ, നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കാത്ത ലിങ്കുകളൊക്കെ അതിൻ്റെയൊക്കെ നോട്ട് വിസിറ്റഡ് ആയിട്ടുള്ള ലിങ്കുകളുടെ കളർ സ്പെസിഫൈ ചെയ്യുന്നു. അതായത് നമ്മൾ കയറി നോക്കാത്ത അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് നോക്കാത്ത ലിങ്കുകളുടെ കളറുകൾ പറയാനാണ്. നമ്മൾക്കറിയാം, നമ്മൾ ഇതുവരെയായിട്ടും തുറന്നു നോക്കുക അല്ലെങ്കിൽ ഓപ്പൺ ആക്കി നോക്കാത്ത ലിങ്കുകളൊക്കെ ഒരു ബ്ലൂ കളറിലായിരിക്കും കിടക്കുന്നുണ്ടാവുക അല്ലേ, ഡിഫോൾട്ട്ലി ഒരു ബ്ലൂ കളറിൽ കിടക്കുന്നുണ്ടാവും. അപ്പോൾ നോട്ട് വിസിറ്റഡ് ആയിട്ടുള്ള ലിങ്കുകളുടെ കളർ സ്പെസിഫൈ ചെയ്യാനാണ് ലിങ്ക് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് നമ്മൾ യൂസ് ചെയ്യുക. ദിസ് ആട്രിബ്യൂട്ട് സ്പെസിഫൈസ് ദ കളർ ഓഫ് ദി ഹൈപ്പർ ലിങ്ക്സ് ദാറ്റ് ആർ നോട്ട് വിസിറ്റഡ് by the viewer. The default color of link attribute is blue. അതായത് നമ്മൾ വിസിറ്റ് ചെയ്യാത്ത ലിങ്കുകളുടെ കളർ സ്പെസിഫൈ ചെയ്യുന്നു. ഡിഫോൾട്ടായിട്ട് ബ്ലൂ കളറിലായിരിക്കും നമ്മളത് കാണും. നെക്സ്റ്റ് ലിങ്കാണ് എ ലിങ്ക്. എ ലിങ്ക് എന്ന് പറയുന്നത് ആക്റ്റീവ് ഹൈപ്പർ ലിങ്കിൻ്റെ കളർ സ്പെസിഫൈ ചെയ്യുന്നു. ഇറ്റ് സ്പെസിഫൈസ് ദ കളർ ഓഫ് ദി ആക്റ്റീവ് ലിങ്ക്. ആക്റ്റീവ് ലിങ്ക് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ മൗസ് ക്ലിക്ക് ഓൺ ചെയ്തിട്ടുള്ള ലിങ്ക്, ക്ലിക്ക് ചെയ്തിട്ടുള്ള ലിങ്കിൻ്റെ കളർ സ്പെസിഫൈ ചെയ്യാനാണ് എ ലിങ്ക് നമ്മൾ യൂസ് ചെയ്യുക. ഡീഫോൾട്ടായിട്ട് ഗ്രീൻ കളറിലായിരിക്കും ആക്റ്റീവ് ലിങ്കിൻ്റെ കളറ് നമുക്ക് കാണാനായിട്ട് പറ്റുക. നെക്സ്റ്റാണ് വി ലിങ്ക്. വി ലിങ്ക് എന്ന് പറയുന്നത് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ലിങ്ക്. നമ്മൾ ഓൾറെഡി നമ്മൾ ക്ലിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ലിങ്കുകളിലാണ് വി ലിങ്ക് എന്ന് പറയുന്നത്, വിസിറ്റഡ് ലിങ്ക്, ഓൾറെഡി വിസിറ്റ് ചെയ്തിട്ടുള്ള ലിങ്കുകൾ. അപ്പോൾ അത്തരത്തിലുള്ള ലിങ്കുകളുടെ കളർ സ്പെസിഫൈ ചെയ്യാനാണ് വി ലിങ്ക് നമ്മൾ യൂസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് നമ്മൾ ബാക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ ബ്ലൂ കളർ മാറി ഒരു പർപ്പിൾ കളറായിട്ട് ആ ലിങ്ക് കിടക്കുന്നത് കാണാം. അതെന്താ, വിസിറ്റ് ചെയ്ത് കഴിഞ്ഞ ലിങ്കാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് വി ലിങ്ക്. ഇറ്റ് സ്പെസിഫൈസ് ദ കളർ ഓഫ് ദി ഹൈപ്പർ ലിങ്ക് വിച്ച് ഈസ് ഓൾറെഡി വിസിറ്റഡ് ബൈ ദി വ്യൂവർ. ദ ഡിഫോൾട്ട് കളർ ഓഫ് വി ലിങ്ക് ഈസ് പർപ്പിൾ. ഓൾറെഡി വിസിറ്റ് ചെയ്ത ലിങ്കുകളുടെ കളർ സ്പെസിഫൈ ചെയ്യാനാണ് വി ലിങ്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡിഫോൾട്ടായിട്ട് പർപ്പിൾ കളറിലായിരിക്കും നമുക്ക് വി ലിങ്ക് കാണാൻ പറ്റുക. അപ്പോൾ ഇത്രയാണ് ലിങ്ക്, എ ലിങ്ക്, വി ലിങ്ക്. ലിങ്ക് നോട്ട് വിസിറ്റ് ചെയ്തിട്ടുള്ള ലിങ്കുകളുടെ കളർ സ്പെസിഫൈ ചെയ്യുന്നു. ഡിഫോൾട്ടായിട്ട് ബ്ലൂ കളറാണ്. എ ലിങ്ക് എന്ന് പറയുന്നത് ആക്റ്റീവ് ലിങ്കിൻ്റെ കളർ സ്പെസിഫൈ ചെയ്യുന്നു. ഡിഫോൾട്ടായിട്ട് ഗ്രീൻ കളറാണ്. വി ലിങ്ക് എന്ന് പറയുന്നത് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞ ലിങ്കുകളുടെ കളർ സ്പെസിഫൈ ചെയ്യാനാണ്. ഡിഫോൾട്ടായിട്ട് പർപ്പിൾ കളറിലായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഈ ആട്രിബ്യൂട്ടുകൾ. ഇനി ലാസ്റ്റ് ആട്രിബ്യൂട്ടാണ് ബോഡി ടാഗിൻ്റെ ലെഫ്റ്റ് മാർജിനും ടോപ്പ് മാർജിനും. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, മാർജിൻ എന്ന് പറയുന്നത് എന്താ, നമ്മൾ ശരിക്കും മാർജിൻ എന്ന് പറയുന്നത് എന്താ, ഈ ലെഫ്റ്റ് ഭാഗത്തോ റൈറ്റ് ഭാഗത്തോ ബോട്ടം ടോപ്പ് ഈ ഭാഗങ്ങളിലൊക്കെ കുറച്ച് സ്പേസ് വിട്ടിട്ട് കണ്ടൻറ്റ് എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാർജിനൊക്കെ വരയ്ക്കുന്നത്, അല്ലെങ്കിൽ മാർജിനൊക്കെ അവിടെ സ്പേസ് വിടുന്നത് അല്ലേ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും. ലെഫ്റ്റ് മാർജിൻ ടോപ്പ് മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെബ് പേജിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എത്ര സ്പേസ് അവിടെ കൊടുക്കണം എന്ന് പറയാനാണ് ലെഫ്റ്റ് മാർജിൻ ഉള്ളത്. ടോപ്പ് മാർജിനും അതിന് തന്നെയാണ്. ഒരു വെബ് പേജിൻ്റെ ടോപ്പ് പൊസിഷനിൽ എത്ര സ്പേസ് കഴിഞ്ഞിട്ട് വേണം നമ്മളുടെ കണ്ടൻറ്റ് എഴുതി തുടങ്ങാൻ അല്ലെങ്കിൽ കണ്ടൻറ്റുകൾ വരാനായിട്ട്. അപ്പോൾ ആ സ്പേസ് പറയാൻ വേണ്ടിയിട്ടാണ് ടോപ്പ് മാർജിൻ ഉള്ളത്. The margin refers to the blank area left from the edge of the page. മാർജിൻ എന്ന് പറയുന്നത് എന്താ, നമ്മളുടെ പേജിൽ എത്ര ബ്ലാങ്ക് ഏരിയ വിടണം എന്ന് പറയാനായിട്ടാണ് നമ്മൾ മാർജിൻസ് യൂസ് ചെയ്യുക. ലെഫ്റ്റ് മാർജിനും ടോപ്പ് മാർജിനും അതിന് വേണ്ടിയിട്ടാണ്. ലെഫ്റ്റ് മാർജിൻ ആട്രിബ്യൂട്ട് ഈസ് യൂസ്ഡ് ടു ലീവ് സം ബ്ലാങ്ക് ഏരിയ ഓൺ ദി ലെഫ്റ്റ് സൈഡ് ഓഫ് ദി ഡോക്യുമെൻറ്റ് ആൻഡ് ടോപ്പ് മാർജിൻ റെഫേഴ്സ് ടു ദ ബ്ലാങ്ക് ഏരിയ അറ്റ് ദി ടോപ്പ് എഡ്ജ് ഓഫ് ദി ഡോക്യുമെൻറ്റ് വിൻഡോ. ലെഫ്റ്റ് സൈഡിലും വെബ് പേജിൻ്റെ ടോപ്പ് സൈഡിലൊക്കെ ആയിട്ട് ബ്ലാങ്ക് ഏരിയ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെഫ്റ്റ് മാർജിൻ ആൻഡ് ടോപ്പ് മാർജിൻ നമ്മൾ യൂസ് ചെയ്യുക. കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് കൊടുക്കുക. ടാഗ് ഓപ്പൺ ചെയ്യുക, ബോഡി ലെഫ്റ്റ് മാർജിൻ ഈക്വൽ ടു 60, ടോപ്പ് മാർജിൻ ഈക്വൽ ടു 70. അപ്പോൾ അതിനനുസരിച്ച് 60, 70 പിക്സലായിട്ടായിരിക്കും നമ്മളുടെ
സ്പേസ് അവിടെ അറേഞ്ച് ചെയ്യുന്നത്. 60 പിക്സലും 70 പിക്സലും ആയിട്ട് നമ്മുടെ ലെഫ്റ്റിലും ടോപ്പിലും അങ്ങനെ കണ്ടൻറ്റ് ഡിസ്പ്ലേഡ് ആവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ബോഡി ടാഗിൻ്റെ ആട്രിബ്യൂട്ട്. ഇനി ഇവിടെ ഒരു ചെറിയൊരു എക്സാമ്പിൾ പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട്. ടു സെറ്റ് എ കളർ ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് എ വെബ് പേജ്, അല്ലേ? വെബ് പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കളറ് കൊടുക്കാനായിട്ട് അതിൻ്റെ ഔട്ട്പുട്ടാണ് ഫിഗർ 4.19 അതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ HTML ഹെഡ് ടൈറ്റിൽ ദിസ് ഈസ് ദ ടൈറ്റിൽ ഓഫ് ദി വെബ് പേജ് എന്ന് കൊടുത്തിട്ടുണ്ട്. അത് നമ്മളുടെ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ടൈറ്റിലിൽ ദിസ് ഈസ് ദ ടൈറ്റിൽ ഓഫ് ദി വെബ് പേജ് എന്ന് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ടൈറ്റിൽ ക്ലോസ് ചെയ്യുന്നു, ഹെഡ് ക്ലോസ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് ബോഡി ഓപ്പൺ ചെയ്യുന്നു. ജസ്റ്റ് കളർ കൊടുക്കാനല്ലേ, അപ്പോൾ നമ്മൾ ബോഡിയുടെ ഉള്ളിൽ തന്നെ BG കളർ ഈക്വൽ ടു സിയാൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ടെക്സ്റ്റ് ഈക്വൽ ടു ബ്ലൂ എന്നും പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യുക, നമ്മുടെ വെബ് പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറ് ഇതിൽ കൊടുത്തിട്ടുള്ള കളറായിരിക്കും. അതുപോലെ ടെക്സ്റ്റിൻ്റെ കളർ ബ്ലൂ എന്ന് കൊടുത്തിട്ടുള്ളതുകൊണ്ട് അതിൽ എഴുതുന്ന ടെക്സ്റ്റുകളെല്ലാം ബ്ലൂ കളറിലായിരിക്കും വരിക. അത് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ തന്നെ ടോപ്പ് മാർജിൻ 70 കൊടുത്തിട്ടുണ്ട്, ലെഫ്റ്റ് മാർജിൻ 60 കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ബോഡിയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കണ്ടൻറ്റുകൾ എപ്പോഴും ലെഫ്റ്റിൽ 60 പിക്സലും ടോപ്പിൽ 70 പിക്സലും കഴിഞ്ഞിട്ടായിരിക്കും വരിക. അത് കഴിഞ്ഞ് കണ്ടൻറ്റ് എഴുതിയിട്ടുണ്ട് ബോഡി ടാഗിൽ, ഹലോ വെൽക്കം ടു ദി വേൾഡ് ഓഫ് ദി വെബ് പേജ്. അപ്പോൾ അത് കണ്ടൻറ്റായിട്ട് വന്നു. അത് കഴിഞ്ഞ് ബോഡി ടാഗ് ക്ലോസ് ചെയ്തു, ലാസ്റ്റ് HTML ടാഗും ക്ലോസ് ചെയ്തു. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ എസെൻഷ്യൽ ടാഗുകളും അതിൻ്റെ ആട്രിബ്യൂട്ടുകളും നമുക്ക് പഠിക്കാനുള്ളത്. ബോഡി ടാഗിൻ്റെയും HTML ടാഗിൻ്റെയും ആട്രിബ്യൂട്ടുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. 1 വേർഡൊക്കെ ആയിട്ടും ഷോർട്ട് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ചോദിക്കുന്നതാണ് അതൊക്കെ. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. HTML സ്റ്റാൻഡ്സ് ഫോർ, ഇതൊക്കെ 1 വേർഡാണ്. HTML സ്റ്റാൻഡ്സ് ഫോർ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. അതുപോലെ വാട്ട് ഈസ് എ കണ്ടെയ്നർ ടാഗ് എന്ന് ചോദിച്ചിട്ടുണ്ട്. കണ്ടെയ്നർ ടാഗ് എന്താ? ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഉള്ള ടാഗുകൾ കണ്ടെയ്നർ ടാഗാണ്. 1-2 എക്സാമ്പിളുകളൊക്കെ എഴുതി വയ്ക്കുക. പിന്നെ ചോദിച്ചിരിക്കുന്നത് ദ ടൈപ്പ് ഓഫ് ടാഗ് ദാറ്റ് റിക്വയർസ് ഓൺലി എ സ്റ്റാർട്ടിംഗ് ടാഗ് ബട്ട് നോട്ട് ആൻ എൻഡിങ് ടാഗ് ഈസ് കോൾഡ്. 1 വേർഡാണ്. സ്റ്റാർട്ടിംഗ് ടാഗ് മാത്രം ഉണ്ടാവും, എൻഡിങ് ടാഗ് ഇല്ല. അതെന്താണ്? ഡാഷ്. അവിടെ എന്താണ് കൊടുക്കുക? എംപ്റ്റി ടാഗാണ്. ഇനി സ്റ്റേറ്റ് ട്രൂ ഓർ ഫോൾസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ടാഗ്സ് ആർ കേസ് സെൻസിറ്റീവ്. ടാഗ്സ് ആർ കേസ് സെൻസിറ്റീവ് എന്ന് വെച്ചാൽ ടാഗുകൾ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും രണ്ട് രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഫോൾസ് ആണ്. കാരണം HTML-ലും ഹെഡ് ടൈറ്റിലൊക്കെ നമുക്ക് ക്യാപിറ്റലിലും സ്മോളിലും എങ്ങനെ വേണമെങ്കിലും എഴുതാം. അപ്പോൾ ഇത് ഫോൾസ് ആണ്. ടാഗ്സ് ആർ കേസ് സെൻസിറ്റീവ് എന്ന് പറയുന്നത് ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുപോലെ BG കളർ ഈസ് എൻ ആട്രിബ്യൂട്ട് ഓഫ് ബോഡി ടാഗ്. അതെന്താ? ട്രൂ ആണ്. ടൈറ്റിൽ ടാഗ് ഈസ് എൻ എംപ്റ്റി ടാഗ്. അത് ഫോൾസ് ആണ്. പിന്നെ DIR ഈസ് എൻ ആട്രിബ്യൂട്ട് ഓഫ് ഹെഡ് ടാഗ്. അതും ഫോൾസ് ആണ്. DIR HTML ടാഗിൻ്റെ ആട്രിബ്യൂട്ടാണ്. അപ്പോൾ ഇങ്ങനെ സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് വരാറുണ്ട്. ട്രൂ ഓർ ഫോൾസ് എന്ന് പറഞ്ഞിട്ട് വരാറുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് പഠിച്ചിട്ട് എഴുതാം. ഇനി നെക്സ്റ്റ് നെയിം ഓഫ് ദി ആട്രിബ്യൂട്ട് ഓഫ് HTML ടാഗ്. HTML ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സുകൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ DIR-ഉം അതുപോലെ ലാങ്ങും. പിന്നെ വാട്ട് ഈസ് ദ യൂസ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഇൻ എ ടാഗ്. ഒരു ടാഗിലുള്ള ആട്രിബ്യൂട്ടുകളുടെ ആവശ്യം എന്താണ്? അപ്പോൾ എന്താണ്? നമ്മുടെ ടാഗിന് അഡീഷണൽ ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ അഡീഷണൽ ഫീച്ചേഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആട്രിബ്യൂട്ടുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ലാസ്റ്റ് വണ്ണാണ് ലിസ്റ്റ് ദ ഡിഫറെൻറ്റ് ആട്രിബ്യൂട്ട്സ് ഓഫ് ബോഡി ടാഗ്. ബോഡി ടാഗിൻ്റെ ഡിഫറെൻറ്റ് ആട്രിബ്യൂട്ട്സുകൾ ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതാണോ അതൊക്കെ നമ്മൾ എഴുതുക. അപ്പോൾ ഇതുപോലെയുള്ള ടെക്സ്റ്റിലുള്ള ഓരോ ക്വസ്റ്റ്യൻസുകളൊക്കെ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ എക്സാമിന് ഈ ടൈപ്പിലായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസുകൾ വരിക. അപ്പോൾ അതൊക്കെ നോക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം. അപ്പോൾ ഇനിയും നമ്മളുടെ ക്ലാസ്സുകളുടെ വീഡിയോസ് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.